ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി കറിയാണ്. തക്കാളിയും സവാളയും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. അതും ചപ്പാത്തിയുടെയും പൂരിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. തക്കാളി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 തക്കാളിയും 3 സവാളയും 3 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. ഒരു മുറി തേങ്ങ, വലിയ ഒരു മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും 1-ാം പാൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. 1 സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പൊതുവേ നമ്മൾ കറി വയ്ക്കുമ്പോൾ സവാള കുറച്ചൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യാറ്. ഇതിലിപ്പോൾ അത്രയും ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ആ സവാളയുടെ ആ പച്ച മണമൊന്ന് മാറുന്നത് വരെയും ആ ഒരു മധുരം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക, അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ സവാളയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മൾ കനം കുറച്ചാണ് തക്കാളി അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ കറി വയ്ക്കുന്നത് തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ട് വേണം, നമ്മൾ ഉടച്ചിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തക്കാളിയും സവാളയും എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂണ് ഉപ്പ്. ഉപ്പിപ്പോൾ നമ്മൾ ഇത്ര ചേർത്താൽ മതി. ഇനി നോക്കിയ ശേഷം വേണമെങ്കിൽ പിന്നെ കറി ഒന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ തേങ്ങയെല്ലാം ചേർത്ത ശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1 സ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് 1-2 പ്രാവശ്യം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ പൊടികളെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൂടെ ചെയ്യാം. അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ തക്കാളി നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളിയെല്ലാം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും വേണ്ടിയിട്ടുള്ള കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങയുടെ 1-ാം പാൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. പൂരിക്കും ചപ്പാത്തിക്കും കൂടെയുള്ള കറിയാവുമ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ടായിരിക്കണം കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ 1-ാം പാൽ മതി. ഇനി ചോറിന് ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നോക്കിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ചൂടാറി കഴിയണ സമയത്ത് കറി ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും. അപ്പം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ. കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട. നമ്മൾ കടുക് നേരത്തെ തന്നെ പൊട്ടിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി കടുക് പൊട്ടിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും പറ്റിയ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹം